വീണ്ടും വാർത്തയിലേക്ക്. ശബരിമല പോലെ അല്ല അയോധ്യ എന്നാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വാദം. ഇത് വോട്ടായി മാറുമെന്നുള്ള പ്രതീക്ഷ കെ സുരേന്ദ്രൻ ന്യൂസ് 18നോട് പങ്കുവെക്കുകയും ചെയ്തു. അയോധ്യയിൽ ഹിന്ദു വികാരത്തിന് പ്രാധാന്യമില്ലെന്ന നിലപാട് ഇടതുപക്ഷം സ്വീകരിച്ചുവെന്നും ഇത്തവണ രണ്ട് മുന്നണികളും എതിർത്തിട്ടും അയോധ്യ വിഷയത്തിൽ പൊതുസമൂഹം കൂടെ നിന്നുവെന്നുമാണ് CV അനുമോദിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ കെ സുരേന്ദ്രൻ പറഞ്ഞത്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി CV അനുമോദ് നമുക്കൊപ്പം ചേരുന്നു. അനുമോദ്, വലിയ പ്രതീക്ഷ ബി.ജെ.പി. വെക്കുന്നു. അതിന്റെ അടിസ്ഥാനമായി കാണുന്നത് അയോധ്യയുമാണ്. അയോധ്യ ശബരിമല പോലെ അല്ല എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സുരേന്ദ്രൻ അതിനൊപ്പം കൂട്ടിച്ചേർത്തത്? അശ്വതി, മൂന്ന് കാര്യങ്ങൾ ഇവിടെ നമ്മൾ പറയേണ്ടതുണ്ട്. സുരേന്ദ്രൻ ഈ പ്രസ്താവന വിശദമായിട്ട് വ്യക്തമാകണമെങ്കിൽ, ഒന്ന്, ശബരിമല വിഷയത്തിൽ കഴിഞ്ഞ തവണ 2019 ബി.ജെ.പിക്ക് അനുകൂലമായ ഒരു തരംഗം ഉണ്ടെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ, പിണറായി സർക്കാരിനെ തോൽപ്പിക്കുവാൻ വേണ്ടി എല്ലാവരും കോൺഗ്രസിനെ പിന്തുണച്ചു എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത്. അതായത് ബി.ജെ.പിക്ക് വോട്ട് ചെയ്താൽ ഒരുപക്ഷെ ഇടതുപക്ഷം വിജയിക്കുമെന്ന കണക്കൂട്ടലിൽ എല്ലാവരും UDF വോട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. രണ്ടാമതായിട്ട്, ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ അയോധ്യയും ശബരിമലയും രണ്ടായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെ അയോധ്യ വിഷയത്തിൽ ഇടതുപക്ഷം ചെയ്തത് ഭൂരിപക്ഷ വികാരത്തെ, ഭൂരിപക്ഷമുള്ള ജനതയുടെ ഒരു വലിയ ആഗ്രഹത്തെ അടിച്ചമർത്താനാണ് ശ്രമിച്ചത്. കോൺഗ്രസ് ആണെങ്കിലും നിലപാടില്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കേരളത്തിൽ ഭൂരിപക്ഷമുള്ള ഹിന്ദുക്കളുടെ പിന്തുണ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ലഭിച്ചിട്ടുണ്ട്. അത് സിനിമാ താരങ്ങളാവട്ടെ, സാംസ്കാരിക മേഖലയിലുള്ളവരാവട്ടെ, അത്തരത്തിൽ വലിയൊരു പിന്തുണ, മുൻപ് സാമുദായിക സംഘടനകളാവട്ടെ, അത്തരത്തിലൊരു പിന്തുണ ലഭിച്ചിട്ടുണ്ട്. ഇത് ഒരു തിരിച്ചടി എന്ന രീതിയിൽ, അതായത് ഈ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഒരു തിരിച്ചടി എന്ന നിലയിൽ ബി.ജെ.പിക്ക് അനുകൂലമായിട്ട് മാറും എന്നൊരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവച്ചത്. മാത്രമല്ല, കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ കോൺഗ്രസിന് വോട്ട് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നും അദ്ദേഹം വിലയിരുത്തുന്നു. കാരണം കഴിഞ്ഞ തവണ ശബരിമല വികാരങ്ങൾക്കൊപ്പം തന്നെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയേക്കുമെന്ന തരത്തിലുള്ള പ്രചരണവും രാഹുൽ കേരളത്തിൽ മത്സരിച്ച ഒരു സാഹചര്യമൊക്കെ UDFന് ഗുണം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുകയായിരുന്നു. ഇത്തവണ അതില്ല. കോൺഗ്രസ് ചിത്രത്തിൽ എവിടെയുമില്ല. അയോധ്യയിൽ ഈ രണ്ട് കക്ഷികളുടെയും നിലപാട് ജനങ്ങൾ കണ്ടതാണ്. സ്വാഭാവികമായിട്ടും ഹിന്ദു വികാരത്തിനൊപ്പം ബി.ജെ.പിയാണ് നിന്നിട്ടുള്ളത് എന്ന പൊതുവിലയിരുത്തലുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അയോധ്യ ഒരു ബി.ജെ.പിക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കും എന്നൊരു പ്രതീക്ഷയാണ് കെ സുരേന്ദ്രൻ പങ്കുവച്ചത്. അനുമോദം, മറ്റൊന്ന് ക്രോസ് വോട്ടിന്റെ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ക്രോസ് വോട്ടിന്റെ കാര്യം പറയുമ്പോഴും ബി.ജെ.പിയിൽ അനൈക്യം ഇപ്പോൾ ഇല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയാണ്. അങ്ങനെ ഒരു അനൈക്യമില്ല, ബി.ജെ.പിക്കാർ തന്നെ ബി.ജെ.പിക്കാർക്ക് വോട്ട് ചെയ്യാത്ത അവസ്ഥ ഇപ്പോൾ ഇല്ല എന്ന് പറയുന്നു. വലിയൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ അത് സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് സുരേന്ദ്രൻ പറഞ്ഞത്? ബി.ജെ.പിയുടെ കാലങ്ങളായിട്ടുള്ള വിമർശനം ബി.ജെ.പിക്കാരുടെ വോട്ട് തന്നെ ബി.ജെ.പിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. നമ്മളതാണ് ആ കാര്യം എടുത്ത് അദ്ദേഹത്തോട് ചോദിച്ചത്. ഇപ്പോൾ അനൈക്യമില്ല എന്ന് സുരേന്ദ്രൻ പറയുമ്പോൾ പോലും നമുക്കറിയാം, അത് ബി.ജെ.പിയുടെ ഒരു സാഹചര്യം നമുക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ്. ഇതിൽ എത്ര വിഭാഗങ്ങൾ ഉണ്ടെന്നോ, ഏത് നേതാവ് ആരെ പിന്തുണയ്ക്കുന്നോ എപ്പോൾ വേണമെങ്കിലും മാറാവുന്ന ഒരു സാഹചര്യമാണ്. മാസങ്ങൾക്ക് മുൻപാണ് ശോഭാ സുരേന്ദ്രൻ നമ്മോട് തന്നെ അവർ പാർട്ടിയിൽ നേരിടുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അടിച്ചമർത്തലും ഒക്കെ പങ്കുവച്ചത്. അപ്പോൾ അനൈക്യമില്ല എന്ന് സുരേന്ദ്രൻ പറയുമ്പോൾ പോലും അത് ഒരു പാർട്ടി നേതാവ് സ്വാഭാവികമായിട്ടും അത്തരത്തിൽ മാത്രമേ പ്രതികരിക്കുകയുള്ളൂ. അദ്ദേഹത്തിന് അങ്ങനെ പറയാനേ കഴിയുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ അതിനെല്ലാം അപ്പുറത്ത് നരേന്ദ്രമോദി എന്ന ഒരു വലിയ ഐക്കൺ ബി.ജെ.പിക്ക് ഉണ്ട് എന്നാണ് സുരേന്ദ്രൻ അവകാശപ്പെടുന്നത്. ബി.ജെ.പിയുടെ പ്രതീക്ഷ നരേന്ദ്രമോദി തന്നെ മൂന്നാമതും പ്രധാനമന്ത്രിയായി തുടരുമെന്നുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിൽ നരേന്ദ്രമോദി മുൻനിർത്തി ബി.ജെ.പി. പ്രചരണം നടത്തുമ്പോൾ ഈ അനൈക്യമൊന്നും പ്രതിഫലിക്കുകയില്ല എന്നും, മാത്രമല്ല ബി.ജെ.പിയുടെ വോട്ട് ചോരില്ല എന്നും സുരേന്ദ്രൻ കണക്കാക്കുന്നു, ബി.ജെ.പി. നേതൃത്വം കണക്കാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ ബി.ജെ.പി. വലിയ പ്രതിസന്ധിയെ നേരിട്ടിരുന്ന കാര്യം, പ്രതിസന്ധിയായി ഇപ്പോഴും കാണുന്ന ഒരു കാര്യം ക്രോസ് വോട്ടിംഗ് ആണ്. അത് കഴിഞ്ഞ തവണ മഞ്ചേശ്വരത്താണെങ്കിലും പാലക്കാടാണെങ്കിലും നേമത്താണെങ്കിലും ബി.ജെ.പി. സ്ഥാനാർത്ഥി വിജയിക്കുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ കോൺഗ്രസോ CPM-ഓ പരസ്പരം സഹായിക്കുന്ന ഒരു നില എടുക്കുന്നുണ്ട്, ക്രോസ് വോട്ടിംഗ് നടക്കുന്നുണ്ട്. അതാണ് ഇപ്പോഴും പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമായിട്ട് ബി.ജെ.പി. കാണുന്നത്. ഇതിനെ ക്യാമ്പയിനിങ്ങിലൂടെ മാത്രമേ മറികടക്കാൻ കഴിയൂ എന്ന അഭിപ്രായമാണ് സുരേന്ദ്രൻ പങ്കുവച്ചിട്ടുള്ളത്. അതായത് ബി.ജെ.പി. സ്ഥാനാർത്ഥി ജയിച്ച് പോകും, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ബി.ജെ.പി. നേതൃത്വം തന്നെ അധികാരത്തിൽ തുടരും എന്ന ഒരു സന്ദേശം കൃത്യമായി വോട്ടർമാരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ഈ ഒരു ക്രോസ് വോട്ടിങ്ങിനെ മറികടക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് കെ സുരേന്ദ്രൻ പങ്കുവച്ചിട്ടുള്ളത്. എന്ന് തന്നെയാണെങ്കിലും നരേന്ദ്രമോദിയുടെ ഒരു ഇമേജ്
അത് അയോധ്യ വോട്ടാകുമോ എന്നുള്ളൊരു ചോദ്യം അതിപ്പോൾ ഉയരുന്നതിന് കുറെ നാളായി അത് ബിജെപിയുടെ മുന്നിലൊക്കെ നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വളരെ പ്രധാനമായി എടുത്തു പറയേണ്ടത് പ്രചാരണ രംഗത്ത് അത് ആയുധമാക്കും എന്നുള്ളതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് രാമക്ഷേത്ര നിർമ്മാണത്തിന് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടാം തവണയും കേരളത്തിൽ രണ്ടാഴ്ചക്കിടെ എത്തിയപ്പോൾ അദ്ദേഹം രാമക്ഷേത്രം സന്ദർശിക്കുകയും തൃപ്രയാർ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുകയൊക്കെ ചെയ്യുന്നതിനൊപ്പം തന്നെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാനായി ഒരു പ്രത്യേക യോഗം ചേരുകയും ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുകയും ഒക്കെ ചെയ്തിരുന്നു ബിജെപി. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ബിജെപി നടത്തുമ്പോൾ ഇത് വരും ദിവസങ്ങളിൽ അയോധ്യ വലിയ പ്രചരണ ആയുധമായി തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? അശ്വതി, അയോധ്യ ഒരു പ്രചരണായുധമാക്കി ഏത് തരത്തിലായിരിക്കും ബി.ജെ.പി. ഉപയോഗിക്കുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അതൊരു പരസ്യ പ്രചാരണായുധമാക്കുകയാണെങ്കിൽ അതൊരു വർഗീയ തരത്തിലേക്ക് തന്നെ വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ അയോധ്യ മുൻനിർത്തി ഇടതുപക്ഷവും അതുപോലെ തന്നെ കോൺഗ്രസിലെ ഒരു വിഭാഗവും ഒക്കെ നടത്തുന്ന പ്രചാരണം ബി.ജെ.പിയെ വലയ്ക്കുന്നുണ്ട്. കേരളത്തിൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, കേരളത്തിലെ ഒരു സാമൂഹ്യ അന്തരീക്ഷം അത് ബി.ജെ.പിക്ക് ഇത്രയും കാലം അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം തീർത്തിട്ടില്ല. വലിയ എതിർപ്പുകൾ എല്ലാ മേഖലയിൽ നിന്നും ബി.ജെ.പിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അയോധ്യ ഒരു മുഖ്യ പ്രചാരണ വിഷയമാക്കി എടുക്കുകയാണെങ്കിൽ വർഗീയ വിഷയങ്ങൾ ബി.ജെ.പി. പ്രചരിപ്പിക്കുന്ന തരത്തിൽ തന്നെയായിരിക്കും കേരളത്തിൽ അതിനെ നേരിടാൻ മറ്റു മുന്നണികളും പ്രത്യേകിച്ച് ഇടതുപക്ഷം ആ ഒരു പ്രചരണത്തെ എടുക്കുക. അത് തീർച്ചയായിട്ടും ബി.ജെ.പിക്ക് വലിയ അനുകൂലമായൊരു സാഹചര്യം ഒന്നും തീർക്കുകയില്ല. അപ്പോൾ അത്തരത്തിലൊരു പരസ്യ പ്രചാരണത്തിലേക്ക് ബി.ജെ.പി. പോകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഇപ്പോൾ ബി.ജെ.പി. തന്നെ കാണുന്നത് സമൂഹത്തിൽ ഇതുവരെ പുറത്തു വരാത്ത അല്ലെങ്കിൽ ശബ്ദമുയർത്താത്ത പലരും ഈ ഒരു അയോധ്യ വികാരത്തിൽ അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അത് ഒരു വോട്ടിങ്ങിൽ ബി.ജെ.പിക്ക് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാക്കും. അതിന് ഉതകുന്ന തരത്തിലുള്ള പ്രചരണം നടത്തുക എന്ന തന്ത്രമായിരിക്കും ബി.ജെ.പി. എന്താണെങ്കിലും പുറത്തെടുക്കുക. ഒരു അയോധ്യ ഒരു പരസ്യ പ്രചാരണ വിഷയമാക്കി കേരളത്തിൽ ബി.ജെ.പിക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് കരുതാനാകില്ല, പ്രത്യേകിച്ച് കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ. അതാണ് അയോധ്യ ഒരു ആയുധം എന്ന രീതിയിൽ കെ സുരേന്ദ്രൻ സംസാരിച്ചപ്പോൾ സ്വാഭാവികമായും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, അത് അനുമോദം ചോദിച്ചിട്ടുണ്ടാവും ശബരിമലയുടെ കാര്യം. അപ്പോഴാണോ ഈ ശബരിമല പോലെ അല്ല അയോധ്യ എന്ന് അദ്ദേഹം പറഞ്ഞത്? അല്ലെങ്കിൽ അതിനടിസ്ഥാനമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ശബരിമല വിശ്വാസം അക്കാര്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചു നിന്നപ്പോഴും കേരളത്തിലെ ജനങ്ങൾ ബി.ജെ.പിയെ കൈവിട്ടല്ലോ. വലിയ പ്രചാരണം ആ സമയത്ത് വിശ്വാസവുമായി ബന്ധപ്പെട്ടൊക്കെ ബി.ജെ.പി. നടത്തുകയും ഉണ്ടായിരുന്നു. സ്വാഭാവികമായും എല്ലാ ജനങ്ങൾക്കും ഉണ്ടാകും അങ്ങനെ ഒരു ചോദ്യം, ശബരിമല ആ സമയത്ത് അത് നിങ്ങൾക്ക് അത് എത്രത്തോളം ഉയർത്താൻ കഴിഞ്ഞു, എന്നിട്ടും വോട്ടായില്ലല്ലോ, അത് പിന്നെ എങ്ങനെ അയോധ്യ എന്നുള്ളൊരു ചോദ്യം. ഇപ്പോൾ ബി.ജെ.പിയുടെ നേതാവ് ശ്രീ ഷാബു പ്രസാദ് നമുക്കൊപ്പം ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ കെ സുരേന്ദ്രൻ ഞങ്ങൾക്ക് അനുവദിച്ച ഒരു പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ശബരിമല പോലെ അല്ല അയോധ്യ വോട്ടായി തന്നെ മാറും കേരളത്തിൽ എന്നുള്ളത്. താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഞാനൊന്ന് തിരുത്തട്ടെ. എന്നെ നിങ്ങൾ ബി.ജെ.പി. നേതാവെന്നാണ് വിശേഷിപ്പിച്ചത്. ദയവ് ചെയ്തത് തിരുത്തണം. ക്ഷമിക്കണം. ഞാൻ ബി.ജെ.പി. നേതാവുമല്ല, ബി.ജെ.പിയുടെ ഒരു പ്രൈമറി മെമ്പർ പോലും അല്ല ഞാൻ. ക്ഷമിക്കണം. വെറുതെ എനിക്ക് വ്യക്തിപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുത് ഇങ്ങനെയുള്ള വിശേഷണം. തീർച്ചയായിട്ടും ഞാൻ ക്ഷമ ചോദിക്കുന്നു താങ്കളോട്. ഓക്കെ, എനിക്ക് നാക്കുപിഴ വന്നതാണ്. ഓക്കെ, പറഞ്ഞോളൂ താങ്കൾ. അപ്പോ ഈ വിഷയം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ശബരിമല കാര്യം ഈ രീതിയിലുള്ള ആധ്യാത്മികമായ വൈകാരികമായി ബി.ജെ.പി. കേരളത്തിൽ ഏറ്റെടുത്തിട്ടുള്ള ഒരു ആദ്യത്തെ വിഷയമായിരുന്നു ശബരിമല. അത് അപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, കാര്യം 2019 2018-19 സമയത്തെ ആ ഇലക്ഷൻ തെരഞ്ഞെടുപ്പായിരുന്നു അത്. ആ 2019 മോദി ഗവൺമെന്റിന്റെ ആദ്യത്തെ ടൈം കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യം, ഫസ്റ്റ് ടൈമിൽ കുറേയധികം പ്രശ്നങ്ങളെന്നല്ല പറയുന്നത്, കാര്യം ഈ ഫൗണ്ടേഷൻസ് മാത്രമാണ് മോദി ഗവൺമെന്റ് ഇട്ടത് അടുത്ത ഒരു ഭാവിയിലേക്കുള്ളത്. അവയൊന്നും ആ തീരുമാനങ്ങളൊന്നും ശരിക്ക് ജനങ്ങളുടെ ഇടയ്ക്ക് റിഫ്ലക്ട് ചെയ്ത് തുടങ്ങിയിരുന്നില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ GST നടപ്പാക്കി 1-2 വർഷമായിട്ടുള്ളൂ, അത് മെച്യൂർഡ് ആയിട്ടില്ല. അതുപോലെ നോട്ട് നിരോധനം, അത് അങ്ങനെയുള്ള കുറെ ഇഷ്യൂസിന്റെ അത് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ ഇന്നിപ്പോ ഇത് 2004 തെരഞ്ഞെടുപ്പിന്റെ ആവർത്തനമായേക്കുമോ എന്നുള്ള ചർച്ചകളൊക്കെ സമൂഹത്തിലും മാധ്യമങ്ങളിലും ഒക്കെ സജീവമായിരുന്നു. എന്നാൽ
ഈ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് 2024 തെരഞ്ഞെടുപ്പിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഈ 5 വർഷത്തെ അല്ല, കഴിഞ്ഞ ഒരു 10 വർഷത്തെ BJPയുടെ സ്കോർ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വാല്യുബിൾ ആണത്. ശരിക്ക് വികസനത്തിന്റെ രൂപത്തിലായാലും ദേശനയത്തിന്റെ കാര്യത്തിലായാലും സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ കാര്യത്തിലായാലും അങ്ങനെ സമസ്ത മേഖലകളിലും വൻ മുന്നേറ്റം ഭാരതവും കേന്ദ്ര സർക്കാരും കൈവരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഈ അയോധ്യ എന്ന് പറയുന്ന വിഷയം BJPയുടെ ഏറെക്കാലമായി നടന്നിരിക്കുന്ന ആ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ്. പതിറ്റാണ്ടുകളായി BJP നടത്തിയ ആ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിന്റെ പൂർത്തീകരണവും ഇതെല്ലാം കൂടെ അതൊരു വലിയ കാറ്റലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കും. അത് മാത്രമായിട്ടൊന്നല്ല അതിന്റെ അർത്ഥം, പക്ഷെ അത് ഒരു വലിയ ആഡഡ് അഡ്വാൻറ്റേജ് കൂടിയാണ്. അതായത് താങ്കൾ പറയുന്നത് ഒരു അനുകൂല സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്, അതിന്റെ കൂടെ ഒരു ബൂസ്റ്റർ ആവും. അതിന്റെ കൂടെ വളരെ വലിയ കാര്യം. ഒരു കാര്യം ഞാൻ പറയാം, അതുകൊണ്ട് ഇപ്പൊ അയോധ്യ കൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പ് ജയിക്കാനാവില്ല. അയോധ്യ കൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പ് ജയിക്കാനാവില്ല. കാര്യം ഇവിടെ നമ്മുടെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഒരുപാടുണ്ട്. അത് പ്രധാനമായിട്ടും ജനതൊഴില്, സാമ്പത്തികം, രാജ്യത്തിന്റെ പൊതുവെയുള്ള അവസ്ഥ, സുരക്ഷ, രാജ്യസുരക്ഷ, വിദേശനയം, ഇതെല്ലാം കൂടി ഇതെല്ലാം ഇതിന്റെ ഘടകങ്ങളാണ്. അതിന്റെ ഒപ്പം ഈ രീതിയിലും കൂടെ അതായത് BJPയുടെ അതായത് സോളിഡ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം അത് ഞങ്ങൾ പാലിച്ചിരിക്കുന്നു, ഞങ്ങൾ വാക്ക് പാലിക്കുന്നതിന്റെ ഏറ്റവും വലിയ അതായത് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന കൺമുമ്പിൽ കാണുന്ന ഒരു ഉദാഹരണമാണ് രാമക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പം അതും ഇതെല്ലാം അവിടെയാണ് അതിന്റെ പ്രാധാന്യം ഇരിക്കുന്നത്. ഇപ്പം ഇതിന്റെ ശബരിമല ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സംഭവം പൂർണ്ണമായിട്ടില്ല. ഒരു മധ്യമക്കാരും കോടതി വിധി വന്നിരിക്കുന്നു, ഇതെന്തായി തീരുമെന്ന് അറിയില്ല, എങ്ങനെയാണെന്ന് അറിയില്ല, ആകെ സമൂഹത്തിലൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. അതിനിടയ്ക്കിൽ ആ ഒരു പ്രക്ഷോഭത്തിന്റെ മിഡ്വേയിൽ നടന്ന തെരഞ്ഞെടുപ്പായിരുന്നു അത്. പോരാഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഇന്നത്തെ പോലെയുള്ള അങ്ങേയറ്റം നിൽക്കുന്ന അനുകൂല സാഹചര്യമായിരുന്നില്ല അറ്റ്ലീസ്റ്റ് കേരളത്തിലെങ്കിലും വന്നുണ്ടായിരുന്നു. താങ്കൾ ഷൗപ്രസ് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ താങ്കൾ നേരത്തെ പറഞ്ഞ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞത് എനിക്ക് കൃത്യമായി മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ചോദിക്കുകയാണ് അത് വിശദമായിട്ട്. ഈ അത്തരത്തിലൊരു കാറ്റലിസ്റ്റ് എന്നതിനപ്പുറം വിശ്വാസം എന്നുള്ള നിലയ്ക്ക് അയോധ്യ ഇവിടെ യേശുമോ? അതെ, അത് തന്നെയാണ് പറഞ്ഞത്. വിശ്വാസം എന്നുള്ള നിലയ്ക്ക് തന്നെ അതിന് പ്രാധാന്യമുണ്ട്. ഒരു കാര്യം ആലോചിച്ച് നോക്കുക, ഇവിടെ ഈ ഭാരതത്തിലെമ്പാടും നോക്കിക്കഴിഞ്ഞാൽ രാമായണ മാസം, ഒരു മാസം മുഴുവൻ രാമായണ മാസമായി ആചരിക്കുന്ന ഒരേ ഒരു സ്ഥലമാണ് കേരളം. ആ രാമായണ മാസം എന്ന് പറയുന്നത് വളരെ 10-30 വർഷം മുമ്പ് സംഘപരിവാർ നടപ്പാക്കിയ ഒരു കാര്യമാണത്. അത് പിന്നീട് സമൂഹം ഏറ്റെടുത്തതാണിത്. അതുപോലെ രാമനാമം പാടാത്ത ചൊല്ലാത്ത ഒരു ഹിന്ദു വീടുകളും കേരളത്തിലില്ല. ആലോചിച്ച് നോക്കണം. നമ്മള് കേൾക്കുന്നുണ്ട്. ഹരേ രാമ ഹരേ രാമ എന്ന് ചൊല്ലാത്ത നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു വികാരമാണ് രാമൻ എന്ന് പറയുന്നത്. ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ, ആ വിശ്വാസത്തിന്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ചോദിക്കുകയാണ്. ഇതിന് അപ്പുറത്ത് ഒരു മറുവശമുണ്ടല്ലോ. നമ്മൾ സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ച ഒരു കേസായിരുന്നു അയോധ്യ വിധി വന്നു, അതിൽ ഇനി സംസാരം വേണ്ട എന്നുള്ള ഒരു ഭാഗം. മറുഭാഗത്ത് എന്തൊക്കെ വന്നാലും അത് അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞ് അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വലിയ വിഭാഗവും ഉണ്ടല്ലോ. അപ്പൊ അവരെ നമ്മൾ പരിഗണിക്കുന്നതേയില്ലേ? അത് ഒരു കാര്യമുണ്ടെന്നേ, ഈ അവരെ പരിഗണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണിവർ? അതായത് ഈ നമ്മുടെ നാട്ടിലെ സ്വാർത്ഥരായ ഈ കുറച്ച് മുസ്ലിം മത നേതൃത്വമുണ്ട്, പിന്നെ കുറെ രാഷ്ട്രീയക്കാരുമുണ്ട്. ഈ രാഷ്ട്രീയക്കാർ ആ വിഭാഗത്തിന്റെ മുസ്ലിം ജനവിഭാഗത്തിന്റെ സംഘടിത വോട്ടിന് വേണ്ടി നടത്തുന്ന ആ വൃത്തികെട്ട വില കുറഞ്ഞ കളികളിൽ ഒരു വിഭാഗം പെട്ടുപോയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഈ രാജ്യത്തെ മുസ്ലിം 18 കോടിയോളം വരുന്ന മുസ്ലിം ജനസാമാന്യത്തിൽ നല്ല വലിയ ഒരു വിഭാഗം ഈ കോസിന് അനുകൂലമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർക്ക് പക്ഷെ അവരുടെ ആ വികാരം പുറത്തു പറയാൻ, എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. കാര്യം അതിന്റെ ഒരു സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ട് തന്നെ. ഈ കേരളത്തിൽ തന്നെ എത്രയോ പേരുണ്ട് സ്വകാര്യമായിട്ട് സംസാരിക്കുമ്പോൾ ഇത് സമ്മതിക്കുന്ന എത്രയോ മുസ്ലിങ്ങളുണ്ട്. പക്ഷേ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കാര്യം ആ മതത്തിന്റെ അവരുടെ ആ ഒരു സിസ്റ്റവും ഒരു സെറ്റപ്പും
വളരെ വളരെ റിജിഡാണത്. അതിൽ നിന്ന് പുറത്തു വന്ന് പബ്ലിക്കായിട്ട് അഭിപ്രായം പറയാനും അങ്ങനെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ അജണ്ട താങ്കൾ പറഞ്ഞ ഈ വിഭാഗം എന്ന് പറയുന്നത് ഈ കേരളത്തിലെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പിന്നെ കുറച്ച് ഈ സമസ്ത പോലുള്ള കുറച്ച് മതപണ്ഡിതന്മാർ അടങ്ങുന്ന ഗ്രൂപ്പ്, ഇങ്ങനെയുള്ളവരുടെയാണ് ഈ പറയുന്നത്. പക്ഷെ അവരാണ് മുസ്ലിം സമൂഹം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു കാര്യം നമുക്ക് അതിന്റെ ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാം. 92 ഡിസംബർ 6 അവിടുത്തെ വിവാദ മന്ദിരം തകർക്കപ്പെട്ടു. ആദ്യത്തെ 1, 2, 3 വർഷം അതിന്റെ വാർഷിക സമയത്ത് ഇവിടെ വലിയ ഹർത്താലുകളും ഭയങ്കര ബഹളങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് നടന്നിട്ടില്ല. അവര് തന്നെ ഇത് മറന്നു. ഈ ഡിസംബർ 6 എന്ന് പറയുന്നത് ഏതൊരു സാധാരണ ദിവസം പോലെയാണ് കടന്നു പോകുന്നത്. ശരി. വളരെയധികം നന്ദി ശ്രീ ഷാബു പ്രസാദ്. പക്ഷെ അങ്ങ് പറഞ്ഞതുപോലെ അത് എത്രത്തോളം മറക്കുന്നു എന്നൊക്കെയുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. അത് നമുക്ക് ഒരു തർക്ക വിഷയം തന്നെയാണ് ഇപ്പോഴും എന്നുള്ളതാണ്. അതിന്റെ പ്രസക്തി ഏറെയുമാണ്. അതുകൊണ്ട് കെ സുരേന്ദ്രൻ പറഞ്ഞ ശബരിമല പോലെയല്ല അയോധ്യ എന്ന് പറയുമ്പോൾ അത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. CV അനുമോദ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. അനുമോദ്, ഇത്തരത്തിൽ വലിയ പ്രതീക്ഷ BJP വെക്കുമ്പോൾ അതിനൊരു മറുവാദം കൂടിയുണ്ട്. അയോധ്യയെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നു. നേരത്തെ MV ഗോവിന്ദൻ അടക്കം പത്രസമ്മേളനത്തിലൊക്കെ വാർത്താ സമ്മേളനത്തിലൊക്കെ പറഞ്ഞതുപോലെ സംഘപരിവാറിനെതിരെ പറയുന്നവർ അവരെ ഉന്മൂലനം ചെയ്യാൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയുള്ള ബുള്ളിയിങ് ഒക്കെ വലിയ രീതിയിൽ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ചർച്ചയാകുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ എന്തായാലും അയോധ്യ ഒരു വലിയ വിഷയമായി വരും എന്നുള്ളതിൽ തർക്കമില്ല, അല്ലെ? നമ്മൾ കഴിഞ്ഞ ദിവസം KT ജലീലിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ അയോധ്യ വിഷയം BJP കേരളത്തിൽ ഉന്നയിച്ചാൽ തിരിച്ചടി അവർക്ക് തന്നെയായിരുന്നു. കാരണം അയോധ്യ വിഷയത്തിൽ BJPയുടെ പ്രചാരണങ്ങൾ കേരളത്തിലെ ജനത അംഗീകരിക്കില്ല. അതൊരു ഇടതുപക്ഷ നിലപാടാണ്. ഇടതുപക്ഷ നിലപാട് മാത്രമല്ല, ഒരുപക്ഷെ വലതുപക്ഷത്തിൻ്റെ കോൺഗ്രസിൻ്റെയും നിലപാട് തന്നെയായിരിക്കും ഇത്. നമുക്കത് BJP ഇപ്പോഴും, ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, BJP പരസ്യമായിട്ട് അയോധ്യയുടെ ഒരു പ്രചാരണം, അയോധ്യ ഒരു നേട്ടമായി കേരളത്തിൽ പ്രചരിപ്പിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെ ഒരു പ്രചാരണം നടത്തുന്നത് ഗുണത്തേക്കാളേറെ ദോഷം തന്നെയായിരിക്കും കേരളത്തിലെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുക. കാരണം മറ്റ് രാജ്യത്തെ മറ്റ് ഇടങ്ങളെപ്പോലെയല്ല കേരളം. അത് ആ ഒരു സാഹചര്യം കൊണ്ട് തന്നെയാണ് BJP ഇത്രയും കാലം എവിടെയും വലിയ വിജയം നേടാതെ പോകുന്നതും. സ്വാഭാവികമായിട്ടും അയോധ്യ മറ്റൊരു വലിയ വിജയമായും വലിയ നേട്ടമായിട്ട് BJP ഒരു പരസ്യ പ്രചാരണായുധമാക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അവർക്കതിൻ്റെ ഗുണം കിട്ടും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് അവർ ഇത് കുടുംബങ്ങൾക്കിടയിൽ, അതായത് പ്രത്യേകിച്ച് അവരുടെ വോട്ട് ബാങ്കായി കരുതുന്ന ആളുകൾക്കിടയിലേക്ക് ഈ ഒരു സന്ദേശം എത്തിക്കുന്ന തരത്തിലായിരിക്കും അവർ പ്രചരണമെങ്കിൽ അത് എങ്ങനെയായിരിക്കും അതിൻ്റെ ഗുണം ദോഷമോ എന്ന് പറയാനാകില്ല. എന്നിരുന്നാൽ പോലും ഒരു പരസ്യ പ്രചാരണത്തിന് BJP ഇതിന് മുതിരുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു സാമൂഹ്യ അന്തരീക്ഷം അത് BJPക്ക് അനുകൂലമായതൊന്നല്ല, ഇതുവരെയും അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു പരസ്യ പ്രചരണത്തിന് BJP മുതിരുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. ശരി അനുമോദ്, എന്തായാലും തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ BJP സംസ്ഥാന അധ്യക്ഷന്റെ ഈ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്.